ബഹളവും നാട്ടുകാരെ അറിയിക്കലും. ഞങ്ങളുടെ അച്ഛന്റെ പെങ്ങടെ സത്തത് തന്നെയാ ഇവിടെ ഒരു ഇരപ്പത്രത്തിൽ കൊണ്ടാടിയത്, അല്ലാതെ സുധീന്ദ്രന്റെ മാത്രം അച്ഛന്റെ പെങ്ങടെ അല്ല. ഞങ്ങളെ മോശക്കാരാക്കാൻ നിങ്ങളുടെ മോന്റെ അതിബുദ്ധി. ബുദ്ധിയെടുത്തുകാരി തള്ളമാരെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് വരുത്തണമല്ലേ? അങ്ങനെയൊന്നും ആരും ഇവിടെ വിചാരിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. വിജയേട്ടൻ വാങ്ങി വെച്ചിരുന്നതാ ഇവിടുന്ന് ഒരു വിളി വരുമെന്ന് കരുതി, ഉണ്ടായില്ല. ഞങ്ങൾ പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുന്നവരും അവൻ വാടാ വാടാന്ന് വിളിച്ചോണ്ടിരിക്കുക. അതൊന്നും നല്ലതിനല്ലെന്ന് പറഞ്ഞേക്ക്. വിളിക്കാത്തത് കൊണ്ടൊന്നും പറഞ്ഞ ഈ തുണി കഷ്ണമായിട്ട് എന്റെ മൂത്താങ്ങളുടെ മക്കൾ ആരും വന്നില്ല. പിന്നെ ഇപ്പൊ ഈ ഉമ്മർത്ത് ഇത് വലിച്ചറിയാൻ ആര് വിളിച്ചിട്ടാ വന്നത്? ബംഗ്ലാവും കാറും കാശും പണവും, ഉണ്ടാ തീരാത്ത ചോറും പറഞ്ഞാ തീരാത്ത പേരും ഒക്കെ ഉണ്ട് പുതിയടുത്ത്. എന്റെ ആങ്ങളുടെ മക്കള് തന്നെയാ. പക്ഷെ ഇവിടെ ഒരുത്ത നാടൊട്ടിക്ക് മണ്ടിപ്പാഞ്ഞ് നടന്നിട്ടാണെങ്കിലും ഞങ്ങളെ കൊറെണ്ണത്തിന് കഞ്ഞുകുടി മുട്ടാതെ പോറ്റുന്നുണ്ട്. അവൻ കൊണ്ടുതരുന്ന ഒരു കോറത്തുണിയുടെ വില നിന്റെയൊന്നും പട്ടിനും പൊന്നിനും ഇല്ലടാ. ചാവുമ്പോ മേലിടാൻ പോലും ഇവന്റെ ഒന്നും ഒരു തുണിക്കട്ട ഞങ്ങൾക്ക് വേണ്ട. സുധി, കാറിലെടുത്ത് വെച്ചു കൊടുത്തോളൂ, കൊണ്ടുപോട്ടെ ഇവിടുന്ന്. സുധീന്ദ്ര, ഞങ്ങളുടെ അച്ഛന്റെ പേരിലുള്ള മണ്ണിൽ നിന്നാ നിന്റെ അഹങ്കാരം. നോക്കി കളിച്ചോ, ഇല്ല അനുഭവിക്കും, അനുഭവിപ്പിക്കും. എനിക്കും ഉണ്ടായിരുന്നു വിനു അച്ഛൻ, നിങ്ങളുടെ അച്ഛന്റെ അനുജൻ. ആ അച്ഛനും ഉണ്ടായിരുന്നു മണ്ണ്. രജിസ്റ്റർ ഓഫീസിലെ മുദ്രക്കടലാസില് രേഖയാക്കി വെച്ചില്ല മണ്ടൻ. അതുകൊണ്ട് കൊല്ലം എത്ര അനുഭവിക്കണു. ഇനി എന്താ അനുഭവിക്കാനുള്ള ഞങ്ങള്? സമ്മാനങ്ങൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നതാ, വേദനിപ്പിക്കാനും കണ്ണു നനയ്ക്കാനും അല്ല. ചെല്ലേ. കാണിച്ചു തരുന്നുണ്ടടി. ഇനി വിജയൻ ഇറങ്ങും. വിജയൻ ഇറങ്ങി നിങ്ങളൊക്കെ പടി ഇറങ്ങും. ഊപ്പിന്ന് പോകുന്നത് 10 ലോറി, അതിലൊന്നും മറ്റൊരു വഴിക്ക്. എന്നോട് കളിച്ചാൽ ജയിക്കുമെന്ന് കരുതിയോ ഗോപാല നീ? മുതലാളി കളിക്കരുത് എന്നോട്. എന്താടാ? കളിച്ചാൽ ഞാനും ഇറങ്ങി കളിക്കും. പറ. ഞാൻ ഉടനെ വരാം. ചത്തുപോകും നീ. കൃഷ്ണ ഭഗവാനെ, എന്റെ മക്കൾക്ക് സൽബുദ്ധി തോന്നിപ്പിക്കണേ, അവർക്ക് നല്ലത് വരുത്തണേ, നല്ല വഴിക്ക് നടത്തണേ. വിനു, എന്താടാ ഉണ്ടായത്? എന്തുണ്ടാവാനാ? അവൻ ഉണ്ടാക്കുന്നു. സുധീന്ദ്രൻ, നിങ്ങൾ മണ്ടന്മാര് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു. വളച്ചു കെട്ടാതെ അമ്മാവൻ കാര്യം പറയണം. പറഞ്ഞാൽ എന്റെ മരുമക്കൾക്ക് മനസ്സിലാവോ? ഇരുട്ടും കള്ളവാറ്റൊന്നും ശരിക്കും പഠിക്കാത്ത മരുമക്കളെ അത് പഠിപ്പിക്കാൻ ഇറങ്ങിയപ്പോ എനിക്ക് എന്റെ കാലാ പോയത്. കാലിന് പകരം ചോദിക്കുന്നതല്ല, ഞാൻ പറയുന്ന വാക്കുകൾക്ക് ഇനിയെങ്കിലും ഒരു ചെവി തരും. പറഞ്ഞാ മതി, ചെയ്തോളാം. ചെയ്യണം. നിങ്ങളുടെ അച്ഛന്റെ സ്വത്തുക്കളിൽ സുധീന്ദ്രൻ എന്താ അവകാശം? കൊടുക്കരുത്. കൊടുക്കരുതെന്നല്ല, പിടിച്ച പിടിയാൽ അവിടെ ഇറക്കി വിടണം. എന്റെ പൊന്നുമക്കൾക്ക് അവരുടെ നന്മ നിറഞ്ഞ അമ്മാവന്റെ ഒരു ഉപദേശം. കൂട്ടിന് നല്ല ഒന്നാം തരം ഒരു അളിയനും. തള്ള, ഇത് ഞങ്ങൾ ആണുങ്ങൾ തീർത്തോളാം. തീരില്ല. ഈശ്വരൻ നിലത്തിറങ്ങി തീർക്കാതെ തീരില്ല നിങ്ങളുടെ ഈ ആർത്തി. പെറ്റമ്മയെ വില വെക്കണ്ട. മരിച്ചു മണ്ണായി പോയി നിങ്ങളുടെ അച്ഛനെ ഒന്ന് വിലവെച്ചൂടെ? അവരെ ഏട്ടാനിയന്മാര് രണ്ടാളും കൂടെ അധ്വാനിച്ചുണ്ടാക്കിയതാ. നിങ്ങൾ ഈ തല്ലി തോപ്പിച്ച് തന്റേതാക്കുന്ന സ്വത്തുക്കളൊക്കെയും നിങ്ങളുടെ അച്ഛന്റെ പേരിലൊക്കെയും രജിസ്റ്റർ ചെയ്ത് ആധാരമാക്കി അതും കക്ഷത്തി വെച്ച് ഏട്ടന്റെ പുറകെ നടന്നു സുധിയുടെ അച്ഛൻ. അറിയാത്ത നേരത്തെ ഒരു ഭ്രാന്ത് വന്ന് ആ ചങ്ങല കിടന്ന നിങ്ങളുടെ അച്ഛൻ മരിച്ചത്. ഓ
നിങ്ങൾക്ക് ഇന്ന് ആഘോഷം. ആ കുട്ടിക്ക് കണ്ണീരും. മതി, ഇനി കിടന്ന് ചിലച്ചാലുണ്ടല്ലോ ചവിട്ടി ഞാൻ. പക്ഷേ ഈ നാശത്തെ പിടിച്ചോണ്ട് പൂജാമുറിയിലിട്ട് പൂട്ട്, എന്നിട്ട് കുറെ കൂടെ ദൈവങ്ങളെ ഇട്ട് കൊടുക്കും. അവിടെ കിടന്നാ മതി. വിട്. നീ കളിയാക്കി പറഞ്ഞ ദൈവങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് പിളരുന്നില്ല ഭൂമി. നിനക്കൊക്കെ ചവിട്ടി നടക്കാൻ ഇട്ട് തന്നിരിക്കുക. ഇലഞ്ഞിക്ക തറവാട്ടിന്ന് സർവ്വെണ്ണത്തിനെ കെട്ടിയെടുത്ത് ഇറക്കി വിടാം. ഏട്ടന്റെ ഒരു വാക്കില്ലാത്തോണ്ടാ. അളിയാ, ഇനിയിപ്പോ ഒറ്റയടിക്ക് ഒരു ആവേശ പ്രകടനം അല്ല വേണ്ടത്. ആദ്യം ഒന്ന് കലക്കി വിടാം. നിങ്ങളുടെ ആളിൽ സുധാകരന്റെ പൊളിറ്റിക്കൽ പെയിൻ ഉണ്ടല്ലോ, അതാണ് ബുദ്ധി. എന്നാ തുടങ്ങിക്കോളൂ. വിനയം കുഞ്ഞേ, എന്താ മാറി നിൽക്കണോ? അയ്യോ, എന്താ ഇവിടെ? എന്താ ഈ ബഹളം? വിനു, എന്താ മോനെ ഇത്? ഒരൊറ്റ തെങ്ങിന്റെ മണ്ണിൽ നാളികേരം പോയിട്ട് ഒരു മച്ചിങ്ങ പോലും ബാക്കി ഉണ്ടാവരുത്. വെട്ടി താഴെയുടെ സർവ്വ പുല്ലും. ഇളയമെന്ന് മോളോട് വെള്ളം നിറപ്പിക്കാൻ പറ, ഞങ്ങളുടെയൊക്കെ മുഖത്തൊഴിക്കാൻ. വിനു, നിങ്ങൾ ഒരൊറ്റ ചോരയല്ലേ മോനെ? വെട്ടടാ. വെട്ടി നിർത്തണമല്ല. ഒന്ന് കളഞ്ഞ കേറി പൊടി. ആരോട് ചോദിച്ചിട്ടാണ് എന്റെ പറമ്പിൽ കയറി തോന്നിവാസം കാണിക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങണമില്ല. അരുത്, ചെയ്യരുത്. ഇതൊന്നും നമ്മൾ തമ്മിൽ പാടുള്ള കാര്യമല്ല. ഒരാവേശത്തിന്റെ പേരിൽ നിങ്ങൾ ഈ ചവിട്ടിത്തേക്കുന്നത് ഞങ്ങൾ പോയ പാവങ്ങളുടെ ജീവിതമാണ്. ഇവിടെ പാവങ്ങളും പണക്കാരും കളിക്കാൻ വന്നതല്ല ഞാൻ. ഞങ്ങളുടെ അച്ഛന്റെ സ്വത്തുക്കൾ ഞങ്ങൾ അനുഭവിക്കേണ്ടതാ. ഇക്കാലം വരെ ഓസന് നക്കി തിന്നില്ലേ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ അനുഭവിക്കാൻ പോവാ. എന്താണോ ഞങ്ങൾക്ക് പണിയുണ്ടാക്കുന്നതിനാണ് തീരുമാനം? അക്രമമാണ് സാർ, ഒരു ന്യായമില്ലാത്ത അക്രമം. ഞാൻ ജനിച്ചു വളർന്ന വീടത്. ഞാൻ നട്ട് നനച്ചുണ്ടാക്കിയതാ. ഇവൻ മരി വെട്ടി മുറിച്ചിട്ടതൊക്കെ. തന്റെ ഇരട്ടി പ്രായമുണ്ടല്ലോ ഈ കാണുന്ന തെങ്ങുകൾക്കൊക്കെ. നട്ട് നനച്ചോ വെട്ടിപ്പിടിച്ചോന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. കേറോണ്ടില്ല സാർ, ഞാൻ പറയുന്നത് കേൾക്കും. അവനെ കൊണ്ടുപോവല്ലേ സാർ? പറയുന്നത് കേൾക്കാം. സ്വത്തുക്കൾ ഞങ്ങളുടെ അച്ഛന്റെ, അതിൽ മറ്റാർക്കും ഒരു പുൽക്കൊടിക്ക് അവകാശമില്ല. പിന്നെ ചില പഴങ്കഥകളുടെ പേരിൽ എന്റെ അമ്മയുടെ വിവരക്കേടിന് കാത് കൊടുത്തുകൊണ്ട് ഇത്രയും കാലം ഇവറ്റകൾ അവിടെ നിന്ന് പോന്നു. ഇനി അത് വേണ്ട. നല്ല വ്യക്തമായ രേഖകളും ആധാരങ്ങളും ഒക്കെ ഉണ്ട്. കേസെങ്കിൽ കേസ്, അത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. എന്താ? സുധീന്ദ്രനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഓഹോ, അപ്പൊ നിങ്ങളുടെ ബലത്തിലാണ് ഇവനെ ഗുണ്ടായി സോപ്പിക്കുന്നത് അല്ലേ? സാർ ഈ നാട്ടുകാരനല്ലാത്തത് കൊണ്ടും രണ്ടു കൂട്ടരുടെയും കുടുംബചരിത്രം അറിയാത്തത് കൊണ്ടും തെറ്റിദ്ധരിച്ചതാ. അല്ലെങ്കിൽ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. നാടകം ഇത് പോലീസ് സ്റ്റേഷനാ, ഉത്സവപ്പറമ്പല്ല കയറി അങ്ങോട്ട് അഭിനയിച്ച് തകർക്കാൻ. മറ്റുള്ളവരുടെ മുമ്പിൽ തന്റേതല്ലാത്തൊരു ജീവിതം അഭിനയിച്ച് കാണിക്കുക, അതവരെ വിശ്വസിപ്പിക്കുക, അതാണ് അഭിനയമെങ്കിൽ ഈ പോലീസ് സ്റ്റേഷൻ ഉത്സവപ്പറമ്പാക്കുന്നത് നിങ്ങളാണ്. സ്വത്തവകാശികളായിട്ട് ആടി തകർക്കുകയല്ലേ നിങ്ങൾ ഇവിടെ? നിർത്തണം. നിങ്ങൾ രണ്ട് കലാതിലകങ്ങൾ വന്ന് കഥാപ്രസംഗം നടത്തിയെന്ന് വെച്ച് ഞങ്ങളൊക്കെ കൈയടിച്ച് പിരിയൂന്ന് വിചാരിച്ചെങ്കിൽ ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കാൻ പറ്റില്ല. നിർത്താനോ? ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. വിടില്ലടാ നിന്നെ ഞാൻ. പറ. എന്താടാ
പണത്താക്കുള്ളി ബ്ലേഡ് നസറാണി, നീ ഇനി അധികകാലം അലഞ്ഞിക്കലം മാളിയപ്പുറത്ത് കിടക്കില്ല, കിടത്തില്ല. ഞങ്ങള് പെട്ടിയും പായും എടുത്ത് സ്ഥലം വിട്ടോണം. പെട്ടിയും പായോ? അപ്പൊ എന്റെ മുതലും പലിശയും? മുതലും പലിശയും വാങ്ങാൻ താൻ ജീവനോടെ ഇരുന്നിട്ട് വേണ്ടേ? കുത്തി കോടലെടുക്കും ഞാൻ. വാക്കിന് വാക്ക് മറുപടി നാക്കിലുണ്ട്, കഴിഞ്ഞതൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ സ്വന്തം ഏട്ടനെ സ്നേഹിച്ച് ആരാധിച്ച് ജീവിച്ച് മരിച്ചൊരു അച്ഛന്റെ മകനാണ് ഞാൻ. ആ പോയവരൊക്കെ എനിക്ക് ഏട്ടാനുജന്മാര് തന്നെ. ആ മണ്ണിൽ നിന്നല്ല, ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചാലും ഏത് കാട്ടിൽ പോയി ഒളിക്കേണ്ടി വന്നാലും അതൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ, മാറ്റി ചിന്തിക്കാൻ പറ്റില്ലല്ലോ. എവിടെ ചെന്നാലും അക്രമങ്ങളോ? എന്നതായാലും എന്റെ ജീവിതം നായ നക്കിപ്പോയി. ഇനി ആരുടെ ജീവിതം എന്റേതുപോലെ ആകരുത്. ആ ഒരു നല്ല കാര്യം കൂടി ചെയ്തിട്ട് സെമിത്തേരി പോയാലും വേണ്ടിയില്ല. സ്ത്രീകൾക്കെതിരെ അതിക്രമം. ചൂതിൽ തോറ്റവരുടെ സർവ്വ സ്വത്തുക്കളും ഇപ്പോൾ ഞങ്ങളുടേതാണ്. അതിൽ പരാജിതരുടെ സഹധർമ്മിണിയും പെടും. അതിൽ പരാജിതരുടെ സഹധർമ്മിണിയും പെടും. എടാ കാമ, നീ എനക്കില്ലയോടാ അമ്മയും പെങ്ങളും? എന്തായി കാണിക്കുന്നേ? റിഹേഴ്സൽ സ്ഥലത്ത് വന്ന് അക്രമം കാണിക്കേ? എന്റെ കർത്താവേ, ക്ഷമിക്കണം, റീഹേഴ്സൽ ആയിരുന്നോ? ഞാൻ കരുതി നിങ്ങൾ ബോറന്മാർ ഒത്തുകൂടുന്ന സ്ഥലമല്ലയോ, എന്തെങ്കിലും അതിക്രമങ്ങൾ നടക്കുവാ. ഇയാള് ചത്തുപോയിരുന്നെങ്കിലോ? അയ്യോ ക്ഷമിക്കണം, ഒരു കലാകാരനല്ലേ, എന്തെങ്കിലും കിട്ടാവുന്ന ഒരു ഇരിട്ടടിയുടെ റിഹേഴ്സൽ ആണെന്ന് കരുതിയാ മതി. റിഹേഴ്സൽ ഇതാണ് അടിയെങ്കിൽ എന്തായിരിക്കും അറിയരുന്ന സ്ഥിതി? ഞാൻ ഈ പണിക്കില്ല. കലാകാര ഒരു അഭിനയ പ്രതിഭയ്ക്ക് ഗൾഫിലേക്ക് വിസ, അവൻ അവന്റെ പാട്ടിന് പോയി. എന്നിട്ട് പകരം ഒരുത്തനെ പെടാ പാടുപെട്ട് തട്ടേക്കയറ്റാൻ ശ്രമിക്കുമ്പോ ഇപ്പൊ നിങ്ങൾ എന്തിനാ പൊള്ളേട്ട ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എടോ കൊട്ടിയമ്പലോ, കോവിലകം. ആ അത് തന്നെ. എന്നെ സെമിത്തേരിയിലേക്ക് കെട്ടിയെടുക്കാൻ നേരമായി എന്ന് പറയാൻ വന്നതാ ഞാൻ. എവിടെയോ തന്റെ സിൽബന്തി സുധീന്ദ്രൻ. അവനെ ഞാൻ വേറൊരു വഴിക്ക് അയച്ചിരിക്കുക. വിഷ്ണുമംഗലത്തെ വീട് ഞാൻ വാങ്ങിച്ചിരിക്കുക. അവിടെ പുതിയ താമസക്കാർ വരുന്നുണ്ട്. അവന് അവിടെ കുറച്ച് പണിയുണ്ട്. അവനെ കിട്ടിയാൽ എനിക്ക് കുറച്ചല്ല കുറച്ചേറെ പണിയുണ്ട്. എടോ താൻ ആ കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടിയോറ് മുതൽ പഴഞ്ചോറ് വരെ വരച്ചുകൊണ്ടുന്ന ആളല്ലയോ? അവൻ എനിക്ക് തരാനുള്ള കാശിന് കണ്ടവരുടെ തട്ടുമ്പോൾ എഴുതി തരുമ്പോ താൻ വിട്ടില്ലയോ മുദ്രക്കടലാസിലൊരൊപ്പ്? അറിഞ്ഞും കൊണ്ട് പറ്റിക്കായിരുന്നില്ലയോ? ഇക്കണക്കിന് റെയിൽവേ സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും സെക്രട്ടേറിയറ്റും ഒക്കെ ഓരോരുത്തർക്ക് എഴുതി കൊടുത്ത് കാശ് വാങ്ങുമല്ലോ ബോസും എഡീസും കൂടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കർത്താവിന്റെ ഭൂമി കിടത്തി പൊറപ്പിക്കാല ഫ്രാഡിനെ ഞാൻ. ഇന്ന് അബദ്ധത്തിലടിച്ചു. ഇനി ഒരുങ്ങി വന്ന് സർവെണ്ണത്തിനെ അടിക്കും തലയ്ക്ക്. പാഞ്ചാലി അല്ല, എല്ലാവരും കരയും. എനിക്ക് പ്രാന്താവില്ലല്ലോ കർത്താവ്. ഇതിൽ കൂടുതൽ ഇനി എന്താവാൻ? എന്താ വരട്ടെ കലാകാരി. അയ്യോ ഇവളോ ചിന്ന വേല ഇന്ന മുടിയല്ലയാ. എന്നാ അണ്ണാ ചെയ്ത് ഇതൊക്കെ ഇന്നലെ തീർക്കേണ്ടതായിരുന്നില്ലേ? ഇന്നക്ക് വേല മുടിയും മുതലാളി. ഇന്നേക്ക് മുടിക്കണം, ഇല്ലെങ്കിൽ മുതലാളി മുടിയും. മുതലാളിയാ ഇതാ? നമുക്കൊക്കെ സ്വന്തമായിട്ട് ഈ ഒരു പണിയെങ്കിലും ഉണ്ട്. എന്നാ സ്വന്തമായിട്ട് ഒരു പണിയില്ലാത്ത ആളാ അണ്ണാച്ചി ഇത്. ചില ഇരപ്പന്മാർക്ക് അങ്ങനെ തോന്നും. വേണമെങ്കിൽ കോവിലകം മുതലാളിയുടെ പകരക്കാരനാണെന്നും ചില ഇരപ്പന്മാര് ഇങ്ങനെയും പറയും. അല്ല, ഈ കണ്ണട ആരുടെയാ? എംജിആറിന്റെയാ? എംജിആറിന്റെ ഇല്ല, കാമരാജിന്റെ. കടപ്പുറത്ത് മണലിറക്കല്ലേ വേലവപ്പ. പുതിയ ഓണറും കുടുംബം ഉടനെ എത്തും. പണിയിറക്കട്ടോ. സുധിയേട്ടാ, കോവിലം സാറിന്റെ ഫോൺ. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഹലോ, എനിക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. അതുകൊണ്ടാ വളരെ ചീപ്പായിട്ടുള്ള ചിലത് നിന്നെ ഏൽപ്പിക്കുന്നത്. എന്താ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, ആര് പറഞ്ഞു? നീ പറഞ്ഞു, ഞാൻ കേട്ടു. ചിലതൊക്കെ കേട്ടില്ല കണ്ടില്ല എന്ന് വെക്കണം. അതൊക്കെ ഒരു സ്നേഹബന്ധം ആണ്. എന്നാൽ വളരെ സ്നേഹബന്ധത്തോടുകൂടി ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. പറഞ്ഞാ പോരെ, ഞാനില്ലേ ഇവിടെ. ഞാൻ നിക്കണോ പോണോ? എന്താടാ അവിടെ? അവിടെയല്ല, ഇവിടെ 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 ഇവിടെ. അവിടെ താമസിക്കാൻ വരുന്ന ഫാമിലി 11 മണിക്കുള്ള ഫ്ലൈറ്റിൽ വന്നിറങ്ങും. വണ്ടിയുമായി പോയി അവരെ പിക്ക് ചെയ്യണം. തനിക്ക് അവരെയും അവർക്ക് തന്നെയും കണ്ടാൽ അറിയാത്തത് കൊണ്ട് എം ഉണ്ണിമേനോൻ എന്ന ബോർഡ് എഴുതി കയ്യിൽ വെക്കണം. വെച്ചാൽ മാത്രം പോരാ, അതവർ കാണത്തക്ക വിധം പിടിക്കുകയും വേണം. അല്ല, അതിന് മറ്റാരെങ്കിലും അയച്ചാ പോരെ? മതി. അതാണ് അതിന്റെ ശരി. കാരണം ഇതൊന്നും നമ്മുടെ അന്തസ്സിന് ചേർന്ന പണിയല്ലല്ലോ. അപ്പൊ നീ നിന്റെ അന്തസ്സിന് ചേർന്ന പണി വല്ലതും നോക്ക്. ഓക്കെ. എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ എന്റെ അന്തസ്സിന് ചേർന്ന വേറെ വല്ലവരെയും നോക്കാം. എന്തേ? അല്ല, എന്നാ പിന്നെ ഞാൻ തന്നെ. ഏത്? കോവിലകത്തിന്റെ അന്തസ്സിന് ചേർന്ന ഒരാൾ, ഒരേ ഒരാൾ. അത് ഞാൻ മാത്രമല്ല. പറഞ്ഞാ പോരെ, ഞാനില്ലേ ഇവിടെ. എന്നാ വൈകിക്കണ്ട, അന്തസ്സായിട്ട് പോയി കൂട്ടിക്കൊണ്ടുവന്നോളൂ. ഓക്കെ. പട്ടിയുടെ ജന്മം കിട്ടിയ പട്ടിയായിട്ട് ജീവിക്കുക. പക്ഷെ ഏത് പട്ടി കൊണ്ടൊരു തലയിലെടുത്ത്? അങ്ങാടി പട്ടിയും പട്ടിയ, അമേരിക്കൻ പ്രസിഡന്റ് പട്ടിയും പട്ടിയ. എന്റെ ജീവിതം അങ്ങാടി പട്ടിയുടേതായി പോയി. പോക്ക് കണ്ട പേപ്പട്ടി തന്നെയാ.
സുധീന്ദ്രൻ എന്താ ഇങ്ങനെ ഇവിടെ? പിന്നെ അമ്മാവും വരുന്നുണ്ട്. എം ഉണ്ണിമേനോൻ ഡൽഹിയില. അവിടെ വലിയ പൊസിഷനിലാണല്ലോ. എത്ര വലിയ പൊസിഷനിലാണെങ്കിലും അമ്മാനും മരുമോനും പരസ്പരം കണ്ടാലറിയില്ലേ സുധീന്ദ്ര? അതിന് ബോർഡ് വെച്ച് പിടിക്കും. അമ്മാവും മരിച്ചിട്ട് ഡൽഹിയിൽ നിന്ന് ബോഡിയാണ് കൊണ്ടുവരുന്നത്. പെട്ടിക്കകത്ത് പുള്ളിക്കാരനെ ഇടിച്ച് നോക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഈ ബോർഡ് പിടിച്ച് നിൽക്കുന്നത് പോടാ പാട്ടി. അമ്മയുടെ അനന്തരവന്റെ അമ്മാവന്റെ മകന്റെ പെങ്ങളുടെ മോനായി പോയി. അല്ലെങ്കിൽ ദേശം വഴി അമ്മാവൻ വരുന്നുണ്ടേ ഡൽഹിയിൽ നിന്ന്. നമ്മളെ കാത്ത ആളോ? ഹലോ എവിടെ മോളെ വാ.